ഹലോ ഗായ്സ്, വെൽക്കം ടു ഷാപ്പ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു കപ്പ ബിരിയാണിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിതാ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫിന്റെ മുഴുവഞ്ചും കൂടെ കുറച്ച് ഇറച്ചിയും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ 1 കിലോ മുഴുവഞ്ചും പിന്നെ 1/4 കിലോ ബീഫുമാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നല്ല നാടൻ കപ്പ കിട്ടിയപ്പോൾ 1.5 കിലോ കപ്പ വാങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ഈ ഇറച്ചിയിലേക്ക് നമുക്ക് അത്യാവശ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ലേശം സവാള കൂടി ചേർത്ത് വെക്കുക. പിന്നെ അതുപോലെ ഒരേ സമയത്ത് തന്നെ നമുക്ക് കപ്പയും പുഴുങ്ങാൻ വേണ്ടി വെക്കാം. അപ്പം അതിന് പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ അടുപ്പത്തേക്ക് വെക്കാം. അപ്പം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വേവിനനുസരിച്ചിട്ട് ഇത് രണ്ടും നമ്മൾ നോക്കുക. ഇത് രണ്ടും ഇങ്ങനെ കുക്കായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനുള്ള മസാലകൾ സെറ്റ് ചെയ്യാം. അപ്പം കടുക് പൊട്ടിച്ച് അതിലേക്ക് ഞാനിപ്പോൾ 2 സവോളയും കൂടി നന്നായിട്ട് അരിഞ്ഞിടാൻ പോവാണ്. അപ്പം അതൊന്ന് അത്യാവശ്യം കുക്കാവുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അത്യാവശ്യം വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ബീഫ് മസാല ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ആ സ്റ്റോക്ക് അടക്കം നമ്മൾ മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം കുറച്ച് കട്ടിയുള്ള ഒരു കയ്യിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ സർവ്വശക്തി എടുത്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നമ്മളുടെ പണികൾ കഴിഞ്ഞു വരുന്നുണ്ട്. സംഗതി നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മിക്സിംഗ് സ്റ്റേജാണ് ഇതിൻ്റെ രുചിയും ഇതെല്ലാം കറക്റ്റ് ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. അതാ നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി ഇതാ റെഡിയായി. ഇതിലേക്ക് ഇനി നമ്മൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കറിവേപ്പിലേൻ്റെയും പുതിനേൻ്റെയൊക്കെ മണം കൂടി ഇതിൻ്റെ കൂടെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവസാനത്തെ ഒരു പൊടിക്കൈ എന്നുള്ള പോലെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഇതേപോലെ അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഇനിയും അടിപൊളി വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ റെഡി ഷാപ്പാട്.